അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയുടെ ഹീറോയിൻ നമ്മുടെ കുഞ്ഞാപ്പിയാണ്. അപ്പോൾ അതൊക്കെ സ്റ്റോറി ഇട്ട് പോയാലോ. അപ്പോൾ ഇന്ന് പുള്ളിക്കാരത്തിയുടെ 1.5 വയസ്സിൻ്റെ വാക്സിനേഷനാണ്. അതിനു വേണ്ടിയാണ് ഈ തുള്ളി ചാടിയൊക്കെ പോകുന്നത്. കുറച്ച് നേരമെല്ലാം പുള്ളിക്കാരത്തി ഓടിച്ചാടി നടന്നു. അവസാനം പുള്ളിക്കാരത്തിയുടെ മടി പുറത്തു വന്നു. അതുകൊണ്ട് അമ്മ എടുത്തുകൊണ്ട് ഇപ്പം നടക്കുവാണ്. പാവം കുഞ്ഞിനറിയത്തില്ലല്ലോ കുറച്ച് നേരത്തേക്ക് ഈ ചിരി കാണത്തുള്ളെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അമ്മയുടെ ഇറങ്ങി പുള്ളിയെ നടക്കാൻ തുടങ്ങി. അപ്പം പകുതിക്ക് വെച്ച് പുള്ളി അലമ്പൊക്കെ അന്ന് പുറത്തെടുത്തു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ലൈബ്രറി വെച്ചിട്ടാട്ടോ നമ്മുടെ ഇവിടുത്തെ എടത്തംപറമ്പ് ലൈബ്രറി വെച്ചിട്ടാണ് ഇത്തവണ വാക്സിനേഷൻ നടത്തുന്നത്. അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്താറായി കേട്ടോ. അപ്പം എത്താറായപ്പോൾ പുള്ളിക്ക് ഏകദേശം എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഒരു സൈഡ് വലിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ ലൈബ്രറി. അപ്പോൾ നമ്മൾ എത്തി. നമ്മളായിരുന്നു കേട്ടോ ആദ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ സിസ്റ്റർമാരോടും ആശാ വർക്കേഴ്സുള്ള ആ ചേച്ചിമാരോടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞാപ്പി പുള്ളിക്കാരത്തിൻ്റെ തനി സ്വരൂപം പുറത്തെടുത്ത് തുടങ്ങി. അവിടെ ചെന്ന് ആ കസേരയിലൊക്കെ വലിഞ്ഞേറുക. അവിടെ വെയിറ്റിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ കയറി അലുമ്പ് കാണിക്കുമൊന്നും പറയണ്ട. ഇടയ്ക്ക് പിന്നെ നല്ല പിള്ളയായിട്ടൊക്കെ ഇരുന്നു. അപ്പം അവിടെ അങ്ങനെ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അപ്പം സിസ്റ്റർമാരൊന്നും വന്നിട്ടില്ലായിരുന്നു കുത്തിവയ്പ്പിനുള്ളവർ. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഓരോരുത്തർ വരാനൊക്കെ തോന്നി. ഇപ്പം നമ്മൾ പതിയെ അകത്തുനിന്നും പുറത്തോട്ട് ഇറങ്ങി. അപ്പം പുറത്തിറങ്ങിയ ശേഷം കുഞ്ഞാപ്പിക്ക് ഇങ്ങനെ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. പുള്ളിക്കാരത്തെ അവിടെയുള്ള ചെക്കൻ്റെ ഫോണിലൊക്കെ നോക്കിയൊന്നും പറയണ്ട, നല്ല രസമായിരുന്നു. പിന്നെ അവിടെയൊക്കെ വലിഞ്ഞേറി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അതിനിടയിൽ സിസ്റ്റർമാർ വന്നു. അപ്പോൾ കുത്തിവയ്പ്പിനുള്ളതെല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മളായിരുന്നു ആദ്യം വിളിച്ചത്. അതിനുശേഷം കുഞ്ഞാപ്പിയുടെ സ്നേഹപ്രകടനം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴൊന്നും കാണത്തില്ല, ഇത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ വാക്സിനൊക്കെ എടുത്തിങ്ങ് വന്നു. അപ്പോൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് അത് നമുക്ക് വീഡിയോ എടുക്കാൻ അവിടെ അലൗഡ് അല്ലായിരുന്നു. അത് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം കുഞ്ഞാപ്പി നല്ല സങ്കടമായിരുന്നു. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമാ. അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലും കാലിന് തുടയിലും ആട്ടോ വാക്സിൻ എടുത്തത്. അപ്പം സിസ്റ്റർ പറഞ്ഞു ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ പനി ചൂടൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള അരമണിക്കൂർ വെയിറ്റ് ചെയ്യലായിരുന്നു. അങ്ങനെ അരമണിക്കൂർ നമ്മൾ അവിടെ എല്ലാം ഇരുന്ന് കഴിഞ്ഞു. അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ ഒരുവിധമൊക്കെ ഓക്കെ ആയി. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ ഓർത്തു. പിന്നെ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്കും പാരസിറ്റമോൾ സിറപ്പ് കുഞ്ഞിന് തന്നിട്ടുണ്ടായിരുന്നു. 6 മണിക്കൂർ ഇടവിട്ട് ഒരു 4 ml വെച്ച് വാവയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നു. അങ്ങനെ നമ്മൾ മരുന്നെല്ലാം എല്ലാം മേടിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അതിനിടയ്ക്ക് നമ്മൾ വരുന്നതായിരിക്കും പുള്ളിക്കാരത്തേക്ക് നടക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നടക്കുന്ന പുള്ളിക്കാരത്ത് റോഡിൽ ഇരിക്കുന്നു. അതിനൊരു വീടിൻ്റെ ഗേറ്റിൻ്റെ പോയി വായി നോക്കി നിൽക്കുന്നു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചങ്ങല കൊണ്ട് സംഭവമുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം ആടിക്കളിച്ചൊക്കെയാണ് പുള്ളിക്കാരത്ത് പോയത്. അതിനിടയിൽ അവിടെ നമ്മുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ പട്ടിയുണ്ട്. അപ്പം പട്ടീനെ കണ്ട് അതിനെ കുറച്ച് നേരം നിന്നു, അതിനെ കളിപ്പിച്ച് നിന്ന്. അതിന് പിന്നെ മുകളിലോട്ട് കയറിയ ആൾ തിരിച്ച് അതേ സ്പീഡിൽ പുറകോട്ട് ഇറങ്ങി. അങ്ങനെ ഒരുവിധം നമ്മൾ വീട്ടിലെത്തി. പിന്നെ കുഞ്ഞ് നല്ലൊരു ഉറക്കമെല്ലാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ പപ്പ വന്നു. പിന്നെ പപ്പയായിട്ട് സങ്കടം പറിച്ചു. പൊന്നോ പപ്പനെ കണ്ട് പിന്നെ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ സങ്കടം കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് വരുത്തിയില്ല. പിന്നെ പപ്പയായിട്ട് ഫോണൊക്കെ കണ്ട് അവിടെ ഇരുന്ന് അങ്ങനെ ഒരുവിധം ഓക്കെ ആയി.